മഞ്ഞ് മൂടിയൊരു കാട്ടിലേക്ക് സ്കീയിംഗ് ട്രിപ്പിനായി പോയ കുറച്ച് സുഹൃത്തുക്കൾ വഴിതെറ്റി ഒരു ഉപേക്ഷിക്കപ്പെട്ട പഴയ മാനസിക ആശുപത്രിയിലേക്ക് എത്തുന്നു. പക്ഷേ അത് ശൂന്യമല്ല. അവിടെ ഒളിച്ചിരിക്കുന്നത് മനുഷ്യരെ വേട്ടയാടുന്ന 3 ക്രൂര മ്യൂട്ടന്റ് സഹോദരങ്ങളാണ്. പുറത്തേക്ക് മഞ്ഞുകൊടുങ്കാറ്റ്, അകത്ത് മരണത്തിന്റെ ഭീകരമായ കളി. ഈ നരകത്തിൽ നിന്ന് അവർ ജീവനോടെ രക്ഷപ്പെടുമോ എന്നതാണ് റോങ് ടേൺ ഫോർ ബ്ലഡി ബിഗിനിങ്സ് എന്ന സിനിമയുടെ കഥ. കഥ തുടങ്ങുന്നത് 1974-ലാണ്. വെസ്റ്റ് വെർജീനിയയിലെ ഒരു സാനിറ്റോറിയം കാണിക്കുന്നു. ജന്മവൈകല്യങ്ങളും ഇൻബ്രീഡിങ്ങും കാരണം രൂപഭേദം സംഭവിച്ച ആളുകൾക്കായി നിർമ്മിച്ച സ്ഥലമായിരുന്നു അത്. അവിടുത്തെ ഇൻചാർജ് ഡോക്ടർ ബ്രാൻഡൻ പുതിയ ഡോക്ടർ ആനിനോട് പേഷ്യൻസിനെക്കുറിച്ച് വിവരിക്കുന്നു. അതിനിടയിൽ ഒരു രോഗി പിറകിൽ നിന്ന് ഡോക്ടർ ആനിനെ പിടിക്കുന്നു. അവളുടെ മുടിയിൽ നിന്ന് ഒരു ഹെയർ പിൻ എടുത്ത് കൈവശം വയ്ക്കുന്നു. ശേഷം അവർ മുന്നോട്ട് നീങ്ങുന്നു. ഡോക്ടർ ബ്രാൻഡൻ അവളെ ഇല്ലീഗൽ ബ്രദേഴ്സിന്റെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ആ 3 സഹോദരന്മാർ മറ്റാരുമല്ല, 3 ഫിംഗർ 1 ഐ സോ ടൂത്ത്. ഇവരെ കാണിച്ചു കൊടുക്കുന്നു. ഇവരെ ഒരിക്കൽ മിസസ് ഹില്ലി കാട്ടിൽ കണ്ടെത്തിയതാണ്. അതുകൊണ്ടാണ് ഇവരെ ഹില്ലി ബ്രദേഴ്സ് എന്ന് വിളിക്കുന്നത്. കണ്ടെത്തുമ്പോഴേക്കും അവർ സ്വന്തം മാതാപിതാക്കളെ തിന്നുകഴിഞ്ഞിരുന്നു. ഇവരാണ് ഇവിടെ ഏറ്റവും അപകടകരമായ രോഗികൾ എന്ന് ഡോക്ടർ പറയുന്നു. ഒരാൾക്ക് 2 വിരലുകൾ നഷ്ടപ്പെട്ടു, അവനാണ് 3 ഫിംഗർ. മറ്റൊരാൾക്ക് ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് അവൻ 1 ഐ. മൂന്നാമൻ തന്റെ പല്ലുകൾ മതിലിൽ ഉരയ്ക്കാറുണ്ടായിരുന്നു. അവന്റെ പല്ലുകൾ വളരെ മൂർച്ചയേറിയതുമായിരുന്നു, അതുകൊണ്ടാണ് സോ ടൂത്ത് എന്ന് വിളിക്കുന്നത്. അവൻ പലരെയും കടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് ഡോക്ടർ ആൻ ചോദിക്കുന്നു, ഇവർക്ക് ഇത്രയും വേദന എങ്ങനെ സഹിക്കാനാകുന്നു? ഡോക്ടർ ബ്രാൻഡൻ മറുപടി പറയുന്നു, ഇവർക്ക് ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ട് വേദന അനുഭവിക്കാനുള്ള കഴിവ് തന്നെയില്ല. ശേഷം അവർ മുന്നോട്ട് നീങ്ങുന്നു. മുമ്പ് ഡോക്ടർ ആനിൽ നിന്ന് ഹെയർ പിൻ എടുത്ത രോഗി അതുപയോഗിച്ച് ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ അത്ര ബുദ്ധിമാനല്ല. ആ 3 സഹോദരന്മാർ അത് കാണുന്നു. അവർ പിൻ ആവശ്യപ്പെടുന്നു. അവൻ പിൻ അവരുടെ ദിശയിൽ എറിഞ്ഞു കൊടുക്കുന്നു. അവരിൽ ഏറ്റവും ബുദ്ധിമാനായ 3 ഫിംഗർ പിൻ ഉപയോഗിച്ച് ലോക്ക് തുറക്കുന്നു. നിശബ്ദമായി മൂവരും പുറത്തേക്ക് കടക്കുന്നു. ആദ്യം സുരക്ഷാ ഗാർഡിനെ ക്രൂരമായി കൊന്നു തള്ളുന്നു. ശേഷം കൺട്രോൾ റൂമിലേക്ക് കയറി എല്ലാ സെല്ലുകളും തുറക്കുന്നു. ആ നിമിഷം മുതൽ ആ സ്ഥലം പൂർണ്ണമായും ഇവരുടെ നിയന്ത്രണത്തിലായി മാറുന്നു. അവർ ഡോക്ടർ ആനിനെ പിടികൂടുന്നു. അവൾക്ക് ഇലക്ട്രിക് ഷോക്കുകൾ കൊടുക്കുന്നു. അവളുടെ തലച്ചോറ് പൊള്ളിപ്പോകും വരെ അവർ നിർത്തുന്നില്ല. പിന്നാലെ ഡോക്ടർ ബ്രാൻഡനെയും പിടികൂടുന്നു. ക്രൂരമായ രീതിയിൽ അവനെയും കൊന്നുതള്ളുന്നു. അങ്ങനെ സമയം കടന്നുപോകുന്നു. 29 വർഷങ്ങൾക്ക് ശേഷം 9 സ്റ്റുഡൻസിനെ കാണിക്കുന്നു. അവർ ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്. സുഹൃത്തിന്റെ ക്യാബിനിലേക്ക് പോകാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ വഴിതെറ്റുന്നു. ഭീകരമായ ഒരു കൊടുങ്കാറ്റിൽ അവർ കുടുങ്ങുന്നു. അപ്പോഴാണ് അവർക്കൊരു പഴയ കെട്ടിടം കാണുന്നത്. രക്ഷപ്പെടാൻ അവർ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. എന്നാൽ അതിൽ മറഞ്ഞിരുന്ന നിഗൂഢത അവർ ആരും അറിയാതെ പോകുന്നു. ആ കെട്ടിടം മറ്റൊന്നുമല്ല, ഒരിക്കൽ ആ 3 സഹോദരന്മാർ താമസിച്ചിരുന്ന അതേ സാനിറ്റോറിയം. അകത്ത് കടന്നപ്പോൾ അത് പഴയ ആശുപത്രിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. തീ കൊളുത്തി അവർ അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നു. പക്ഷേ അവർ ശാന്തരായിരിക്കുന്നവരല്ല. പ്രശ്നം തേടി പോകുന്നത് അവരുടെ സ്വഭാവം തന്നെയായിരുന്നു. അവർ ആ വിജനമായ സ്ഥലത്തെ മുഴുവനായും പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. ഓരോ കോണും അവർ തിരയുന്നു. ഇൻചാർജ് ഓഫീസിൽ അവർക്ക് വൈൻ കിട്ടുന്നു. അതോടൊപ്പം അവിടുത്തെ രോഗികളുടെ ഫയലുകളും കണ്ടെത്തുന്നു. ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഇവിടെ ജന്മവൈകല്യങ്ങളുണ്ടായ ആളുകളെ പാർപ്പിച്ചിരുന്നു എന്നവർ മനസ്സിലാക്കുന്നു. അതേസമയം ആ 3 സഹോദരന്മാർ ആരോ സാനിറ്റോറിയത്തിൽ എത്തിയതായി മനസ്സിലാക്കുന്നു. അവർ സാനിറ്റോറിയത്തിലേക്ക് മടങ്ങിയെത്തുന്നു. സ്റ്റുഡൻസിൽ 3 പേർ രാത്രി കഴിയാൻ കിടക്കകൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. അവിടെ എന്തോ സംശയകരമായ ഒരു കാഴ്ച അവർ കാണുന്നു. വിൻസൻ അകത്ത് കിടക്കുന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ നിലവിളി കേൾക്കുന്നു. പുറത്തുനിന്നിരുന്ന ജെന്നയും കെയ്നിയും ഭയന്നു നിൽക്കുന്നു. അവർ വിൻസനെ അന്വേഷിച്ച് അകത്ത് കടക്കുന്നു. എന്നാൽ അത് അവന്റെ തമാശയായിരുന്നു. വിൻസൻ അവരെ പേടിപ്പിക്കാൻ നാടകം കളിച്ചതാണ്. ഇരുവരും കോപത്തോടെ അവിടെ നിന്ന് നടന്നു പോകുന്നു. എന്നാൽ ഇരുണ്ട ഇടവാഴുകളിൽ നിന്ന് ആരോ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും മാപ്പ് പറയാൻ വിൻസൻ ഒറ്റയ്ക്ക് ജനറേറ്റർ തേടി പോകുന്നു. അവസാനം അവനത് കണ്ടെത്തുന്നു. ജനറേറ്റർ ഓൺ ചെയ്യുന്നു. ലൈറ്റ് തെളിയുന്നു. അവർ അമേരിക്കൻ സ്റ്റുഡൻസ് ആയിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്ത് ലൈറ്റ് കിട്ടിയാൽ അടുത്ത ഘട്ടം പാർട്ടിയാണ്. അവർ അതേപടി ചെയ്യുന്നു. പഴയ ആശുപത്രിയുടെ മതിലുകൾ മുഴുവൻ അവരുടെ ആഘോഷ ശബ്ദത്തിൽ കുലുങ്ങിത്തുടങ്ങുന്നു. പാർട്ടി നടക്കുമ്പോൾ ആരോ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കറിയുന്നില്ല. ആഘോഷത്തിനിടയിൽ അവർ ഒരു മുറിയിലേക്കെത്തുന്നു. അവിടെ ഒരു പഴയ ഫിലിം ക്ലിപ്പ് കണ്ടെത്തുന്നു. ഡാനിയൽ അത് പ്രൊജക്ടറിലിട്ട് പ്ലേ ചെയ്യുന്നു. ഫിലിമിൽ 3 ഫിംഗറിനും 1 ഐക്കും സോ ടൂത്തിനും മേൽ നടത്തിയ ക്രൂര പരീക്ഷണങ്ങൾ കാണിക്കുന്നു. ദൃശ്യം ഭീകരമാണ്. അത് കണ്ട ലോറൻ പറയുന്നു, തന്റെ സഹോദരൻ ഇവരെക്കുറിച്ച് കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ ആളുകൾ കൊന്നു തിന്നുമായിരുന്നു എന്നവൾ പറയുന്നു. പക്ഷെ ആരും അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. അവസാനം എല്ലാവരും ഉറങ്ങാൻ പോകുന്നു. രാത്രി എല്ലാവരും തങ്ങളുടെ മുറികളിൽ കിടക്കുന്നു. വിൻസന് മാത്രം ഉറങ്ങാനാവുന്നില്ല.
അവൻ ഇടവാഴികളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. മുന്നിലൊരാൾ നിൽക്കുന്നത് അവൻ കാണുന്നു. അതവരുടെ സുഹൃത്ത് വാൾട്ടറാണ്. അവർ പോകേണ്ടിയിരുന്ന അതേ ക്യാബിന്റെ ഉടമ. വിൻസൻ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അവൻ അടുത്തെത്തുന്ന നേരം കൊണ്ട് തന്നെ വാൾട്ടർ മരിക്കുന്നു. ചിന്തിക്കാൻ സമയം കൊടുക്കാതെ സോട്ടൂത്ത് അവന്റെ തലയിൽ ഇരുമ്പ് കുത്തിക്കയറ്റുന്നു. വിൻസൻ അവിടെ തന്നെ മരിക്കുന്നു. രാവിലെ ആയിട്ടും കൊടുങ്കാറ്റ് അവസാനിക്കുന്നില്ല. എല്ലാവരും ഇപ്പോഴും അവിടെയാണ്. വിൻസനെ കാണാതായതായി ജെന്ന ചോദിക്കുന്നു. പക്ഷേ ആരും അവനെ കണ്ടില്ല. അതിനൊപ്പം അവരുടെ സാധനങ്ങളും കാണാതായിരുന്നു. ഇതും വിൻസന്റെ മറ്റൊരു തമാശയാകാമെന്ന് അവർ കരുതുന്നു. അവനെ തിരയാൻ തുടങ്ങുന്നു. 4 സ്റ്റുഡൻസ് ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഒരു വിചിത്രമായ കേജ് കാണുന്നു. നിരവധി ഉപകരണങ്ങൾ അതിൽ കിടക്കുന്നു. അവർ മുന്നോട്ട് നീങ്ങുന്നു. പഴയ സെല്ലുകൾ കാണുന്നു. ഒരിക്കൽ രോഗികളെ അടച്ചിരുത്തിയ മുറികൾ. നിലത്തു മുഴുവൻ രക്തക്കറ. ഭയം കൂടുതൽ കനക്കുന്നു. ബേസ്മെന്റിൽ എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്ക് പിരിയുന്നു. ജെയ്ന അടുക്കളയിലേക്ക് കടക്കുന്നു. അവിടെ അവൾ ഒരു ക്രൂരമായ കാഴ്ച കാണുന്നു. സോട്ടൂത്ത് വാൾട്ടറിന്റെ ശരീരം കഷണങ്ങളാക്കുന്നു. അതേസമയം 3 ഫിംഗർ അകത്തെത്തി സോട്ടൂത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജെന്ന ഭയന്ന് ഓടിപ്പോകുന്നു. മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് എല്ലാം പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ വാൾട്ടറിന്റെ ജാക്കറ്റ് അവരുടെ മുന്നിലേക്ക് വീഴുന്നു. കെയ്നി അത് തുറന്നു നോക്കുന്നു. അകത്ത് വാൾട്ടറിന്റെ മുറിച്ചുമാറ്റിയ തല. അവൾ ഞെട്ടിപ്പോകുന്നു. എന്നാൽ ഒട്ടും സമയം കൊടുക്കാതെ 3 സഹോദരന്മാർ ബാൽക്കണിയിൽ നിന്നൊരു വയർ താഴേക്കെറിഞ്ഞ് അവളുടെ കഴുത്തിൽ കൊടുക്കുന്നു. അവളെ മുകളിലേക്ക് വലിച്ചുയർത്തുന്നു. കെയ്ല അവളുടെ കാലുകൾ പിടിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വയർ കൂടുതൽ മുറുകുന്നു. ഒരു നിമിഷം കൊണ്ട് അവളുടെ തല ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. രക്തം എല്ലായിടം തെറിക്കുന്നു. ഭീതിയിൽ അവർ പുറത്തേക്ക് ഓടുന്നു. അവരുടെ സ്നോ കാറുകൾ സ്റ്റാർട്ടാവുന്നില്ല. സ്പാർക്ക് പ്ലഗുകൾ ആരോ എടുത്തുകളഞ്ഞിരിക്കുന്നു. അവർ കുടുങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയുന്നില്ല. ലോറൻ ഒരു സ്കീ ചാമ്പ്യനായിരുന്നു. അതിനാൽ സഹായം തേടാൻ അവൾ പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവൾ കൊടുങ്കാറ്റിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു. ബാക്കി ആളുകൾക്ക് മതിയായ ചൂടുള്ള വസ്ത്രങ്ങളില്ല. പുറത്തു നിൽക്കാൻ പോലും കഴിയാത്ത തണുപ്പാണ്. അവർ ഓഫീസിലേക്ക് ഓടുന്നു. അകത്ത് കയറി വാതിൽ അടച്ചു പൂട്ടുന്നു. സ്വന്തം സുരക്ഷയ്ക്ക് കൈവശം ഒന്നുമില്ല. ബേസ്മെന്റിൽ അവർ പല ജാറുകളും കണ്ടിരുന്നു. അതുകൊണ്ട് കെയ്ലയും ഡാനിയലും വീണ്ടും ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്നു. അതേസമയം 3 ഫിംഗർ അവരുടെ പിന്നാലെ എത്തുന്നു. അവർ പെട്ടെന്നൊരു കേജിനുള്ളിൽ ഒളിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം 3 ഫിംഗർ അവിടെ നിന്ന് പോകുന്നു. അവർ അവിടെ കിടന്നിരുന്ന ആയുധങ്ങൾ എടുത്ത് ഓടുന്നു. മറുവശത്ത് 1 ഐ ഓഫീസിന്റെ വാതിലിൽ ഒരു ഹോൾ ഉണ്ടാക്കി കെയ്നിയെ പിടിക്കുന്നു. ബ്രിജിറ്റ് ഉടൻ കത്തികൊണ്ട് അവന്റെ കൈയിൽ കുത്തുന്നു. 1 ഐ വേദനയിൽ കൈവിടുന്നു. അവരെല്ലാവരും ബേസ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഏറ്റവും പിന്നിൽ ഡാനിയലാണ്. സോട്ടൂത്ത് അവനെ പിടിക്കുന്നു. അടുക്കളയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അവനെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. കെയ്ലയും സാറയും ഓഫീസിലെത്തുമ്പോൾ ഡാനിയൽ പിന്നിലില്ലെന്ന് തിരിച്ചറിയുന്നു. അതേസമയം 3 സഹോദരന്മാർ അവനെ ജീവനോടെ കഷണങ്ങളാക്കുകയാണ്. അവന്റെ നിലവിളി അവർക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നു. ഏറെ തർക്കത്തിനു ശേഷം അവർ അവനെ രക്ഷിക്കാൻ തിരികെ പോകുന്നു. കെയ്ല അകത്ത് കയറുമ്പോൾ സങ്കടപ്പെടുത്തുന്ന കാഴ്ച കാണുന്നു. അവന്റെ മാംസം മുറിച്ച് എണ്ണയിൽ വറുത്തവർ തിന്നുകയാണ്. ഡാനിയൽ ആ പീഡനം താങ്ങാൻ കഴിയാതെ മരിച്ചിരിക്കുന്നു. ഇത് കണ്ട ശേഷം അവർ തീരുമാനമെടുക്കുന്നു. ഇത്തവണ അവർ തന്നെ ട്രാപ്പ് ഒരുക്കും. അവസരം നോക്കി ആക്രമിക്കുന്നു. മൂവരെയും ഒരു സെല്ലിനുള്ളിൽ അടച്ചുപൂട്ടുന്നു. കെയ്ല അവരെ ജീവനോടെ കത്തിച്ചു കൊല്ലണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ സാറ അവനെ തടയുന്നു. അവളുടെ മനുഷ്യത്വം അവസാന നിമിഷം ഉണരുന്നു. അവൾ ഇപ്പോഴും അവരെ മനുഷ്യരായി കാണാൻ ശ്രമിക്കുന്നു. അവർ കെയ്ലയെ അവിടെ കാവൽ നിൽക്കാൻ പറയുന്നു. 3 സഹോദരന്മാരെ അടച്ച സെല്ലിനു മുന്നിൽ അവൾ കാവൽ നിൽക്കുന്നു. മറ്റുള്ളവർ വിശ്രമിക്കാൻ പോകുന്നു. നിർഭാഗ്യവശാൽ അവരെ അടച്ചത് അതേ സെല്ലിലാണ്. 29 വർഷം മുമ്പ് അവർ അടഞ്ഞുകിടന്ന അതേ മുറി. ഏറ്റവും ഭീകരമായ കാര്യം, ലോക്ക് തുറക്കാൻ ഉപയോഗിച്ച ഹെയർപിൻ ഇപ്പോഴും അവിടെയുണ്ട്. രാത്രി കെയ്ല ഉറങ്ങിപ്പോകുന്നു. ആ നിമിഷം 3 ഫിംഗർ തന്റെ ചതിബുദ്ധി കാണിക്കുന്നു. ഹെയർപിൻ ഉപയോഗിച്ച് ലോക്ക് തുറക്കുന്നു. പുറത്തേക്കിറങ്ങുന്നു. ഉടൻ സോട്ടൂത്ത് കെയ്ലയെ പിടിക്കുന്നു. കുറച്ചു സമയത്തിനു ശേഷം കെയ്നി കെയ്ലയെ പരിശോധിക്കാൻ വരുന്നു. അപ്പോൾ പെട്ടെന്ന് ജനറേറ്റർ ഓഫ് ആവുന്നു. മുഴുവൻ കെട്ടിടവും ഇരുട്ടിൽ മുങ്ങുന്നു. ലൈറ്റ് തിരികെ വന്നപ്പോൾ അവൾ കാണുന്നത് കെയ്ലയില്ല. സെല്ലിനുള്ളിൽ 3 സഹോദരന്മാരുമില്ല. അവൾ ഭയന്ന് മറ്റുള്ളവരോട് പറയുന്നു. അപ്പോൾ വാതിലിൽ ഒരാളെത്തുന്നു. മുഖം മുഴുവൻ മൂടിയിരിക്കുന്നു. അവർ അത് 3 ഫിംഗർ ആണെന്ന് കരുതുന്നു. ഒരുമിച്ച് ആക്രമിക്കുന്നു. ക്രൂരമായി അടിച്ചുകൊല്ലുന്നു. ശേഷം മുഖം തുറന്നു നോക്കുന്നു. അത് 3 ഫിംഗർ അല്ല, കെയ്ലാണ്. അവന്റെ നാവ് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ ഞെട്ടിപ്പോകുന്നു. ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ 3 സഹോദരന്മാർ വീണ്ടും അവരുടെ പിന്നാലെ. ജീവൻ രക്ഷിക്കാൻ അവർ ഓടുന്നു. അവസാനം സ്വന്തം റൂമിലെത്തുന്നു. അവരുടെ സാധനങ്ങളെല്ലാം അവിടെ കിടക്കുന്നു. പക്ഷേ രക്ഷയുടെ വഴി ഇപ്പോഴും അടഞ്ഞിരിക്കുന്നു. എല്ലാവരും ജാക്കറ്റുകൾ ധരിക്കുന്നു. ജനൽ വഴിയായി പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതൊരു സാനിറ്റോറിയമാണ്. എല്ലാ ജനലുകളും അടച്ചുപൂട്ടിയതാണ്. അവസാനം ഒരു പൊട്ടിയ ജനൽ കണ്ടെത്തുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ കട്ടിയുള്ള മഞ്ഞ് കെട്ടിക്കിടക്കുന്നു. സാറ മഞ്ഞ് നീക്കാൻ തുടങ്ങുന്നു.
അതേസമയം 3 സഹോദരന്മാരും അവിടെ എത്തുന്നു. ത്രീ ഫിംഗർ വാതിൽ തകർക്കാൻ ശ്രമിക്കുന്നു. ശക്തിയായി ഇടിക്കുന്നു. പിന്നാലെ സോ ടൂത്ത് ശ്രമിക്കുന്നു. വാതിൽ കുലുങ്ങുന്നു. അകത്ത് ഭയം കനക്കുന്നു. അവസാന നിമിഷത്തിൽ സാറ മഞ്ഞ് നീക്കി ഒരു ചെറിയ വഴിയുണ്ടാക്കുന്നു. അവർ പുറത്തേക്ക് കയറിത്തുടങ്ങുന്നു. പക്ഷേ ജെയിനയ്ക്ക് പുറത്തേക്കിറങ്ങാൻ കഴിയുന്നില്ല. അവൾ അകത്ത് കുടുങ്ങുന്നു. അടുത്ത നിമിഷം സോ ടൂത്ത് അവളെ ക്രൂരമായി കൊന്നുതള്ളുന്നു. ബാക്കി 3 പേർ ജീവൻ രക്ഷിക്കാൻ ഓടുന്നു. പുറത്തേക്കെത്തി സ്നോ മൊബൈൽ പിടിക്കുന്നു. എന്നാൽ 3 സഹോദരന്മാരും അവരുടെ സ്വന്തം സ്നോ മൊബൈലുകളിൽ പിന്തുടരുന്നു. സോ ടൂത്ത് ബ്രിജിറ്റിനെ പിടിക്കുന്നു. അവൾ ഉടൻ കത്തികൊണ്ട് തിരിച്ചടയ്ക്കുന്നു. സോ ടൂത്ത് വേദനയിൽ അവളെ വിട്ടുകളയുന്നു. പിന്തുടരൽ തുടരുന്നു. മരണം അവരുടെ പിന്നിൽ തന്നെ. മറുവശത്ത് ലോറനെ കാണിക്കുന്നു. കട്ടിയുള്ള മഞ്ഞിൽ കുടുങ്ങി ഇതിനകം മരിച്ചിരിക്കുന്നു. ഏറ്റവും വേദനാജനകമായ സത്യം, മെയിൻ റോഡ് അവളുടെ മുന്നിലായിരുന്നു. പക്ഷേ കൊടുങ്കാറ്റ് കാരണം അവൾക്കത് കാണാൻ കഴിഞ്ഞില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവൾ അവിടെ ഇരുന്ന് തന്നെ മരണം ഏറ്റുവാങ്ങി. ഇപ്പോൾ ജീവനോടെ ബാക്കിയുള്ളത് കെയ്നിയും സാരയും മാത്രം. കെയ്നി ജീവൻ രക്ഷിക്കാൻ ഓടുന്നു. വണ്ണൈ അവളുടെ പിന്നാലെ. പിടിക്കാനിരിക്കുന്ന നിമിഷം സാര ആക്രമിക്കുന്നു. വണ്ണയ്യെ തള്ളിക്കളയുന്നു. അവർ സ്നോ മൊബൈലിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എല്ലാം അവരുടെ പ്ലാനിനനുസരിച്ച് നടന്നുവെന്ന് കരുതി അവർ സന്തോഷിക്കുന്നു. പക്ഷേ അതേ സന്തോഷം അവരുടെ ശ്രദ്ധ കവർന്നെടുക്കുന്നു. മുന്നിൽ കെട്ടിയിട്ട വയറുകൾ അവർ കാണുന്നില്ല. അടുത്ത നിമിഷം ഒരു ഭീകര മുറിവ്. അവരുടെ തല ശരീരത്തിൽ നിന്ന് വേർപെടുന്നു. നിശബ്ദം. ചില നിമിഷങ്ങൾക്ക് ശേഷം ത്രീ ഫിംഗർ അവിടെ എത്തുന്നു. അവരുടെ മുറിച്ചുമാറ്റിയ തലകൾ എടുത്തുകൊണ്ടു പോകുന്നു. ശരീരങ്ങൾ മഞ്ഞിൽ കിടക്കുന്നു. അതോടെ കഥ അവസാനിക്കുന്നു.